ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. എന്നത്തേക്കും സൂക്ഷിച്ച് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്ളോഗ് കൂടിയാണ്. കുറച്ച് സങ്കടവും അതുപോലെ അതിലുപരി സന്തോഷവും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി. കറണ്ട് ഇല്ലെങ്കിലും വീഡിയോ എടുക്കാം, അതുപോലെ തന്നെ പണികളൊക്കെ തീർത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ റൈസ് കുക്കറിൽ തലേന്ന് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി നമ്മളൊന്നുകൂടെ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ റൈസ് കുക്കറിൽ അരി വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. അങ്ങനെ പോയ കറണ്ട് അതേപോലെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കുടിക്കാനുള്ള വെള്ളവും തിളയ്ക്കുന്നുണ്ട്, അതുപോലെ കട്ടൻ ചായക്ക് വെച്ച് വെള്ളവും തിളയ്ക്കുന്നുണ്ട്, അരിയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ദിനു ആണെങ്കിലും നേരത്തെ എഴുന്നേറ്റ് വിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് നമ്മുടെ പാത്തൂസ് ആദ്യമായിട്ട് നഴ്സറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനും വിഷമവും അതിലുപരി സന്തോഷമൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഞങ്ങളുടെയും പാത്തുവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, കടലക്കറിയും പൂരിയും. അപ്പോൾ വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ഗ്രാമ്പൂ 2 ഏലക്ക, അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പം അതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു വെള്ളക്കടലയാണെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ബോക്സിൽ കൊടുത്തും വിടുകയും വേണം. അപ്പോൾ അവൾ കഴിക്കുന്ന എന്തെങ്കിലും കൊടുത്തു വിടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം അതൊന്ന് വാടി വരുമ്പോൾ, സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് വരണ്ട കേട്ടോ, കാരണം ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാത്തുവിന് 8:50 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്യണം, അച്ഛനും അമ്മയും ചെല്ലണം. അപ്പോൾ പെട്ടെന്ന് പണി തീർത്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ മേടിച്ചെന്ന് പറഞ്ഞേ ലഞ്ച് ബോക്സ്, ബാഗ്, പിന്നെന്താ എവിടെ പോവാ ഇന്ന്? എവിടെ പോവാന്ന് പറഞ്ഞേ? പോയില്ലേ? അങ്ങനെ വലിയ വഴക്കൊന്നുമില്ലാതെ രാവിലെ അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും തലേന്ന് തന്നെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന വെള്ളക്കടല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളക്കടലയായിരുന്നു കേട്ടോ ഞാൻ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടലയുടെ മേളിൽ നിൽക്കുന്ന പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 വിസിലാണ് എനിക്ക് കറക്റ്റായിട്ട് കടല വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ, അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ പാത്തുവിനെ നല്ല മൂഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ദിനു പാത്തുവിൻ്റെ കൂടെ കളിക്കുകയാണ്. അതുപോലെ ദിനുവിന് ഓഫീസിൽ പോകേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണം, പിക്ക് ചെയ്യാൻ വേണം. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ ദിനുവിന് ഇന്ന് ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ. അവൾക്കാണെങ്കിൽ ഈ ആദ്യത്തെ ഒരാഴ്ച 1.5 മണിക്കൂറേ ഉള്ളൂ നഴ്സറി. അത് കഴിഞ്ഞതിന് ശേഷം 9 തൊട്ട് 12:30 വരെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം മാത്രം നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്കൂൾ ബസ് ഉണ്ട് കേട്ടോ. സ്കൂൾ ബസ്സിന് അവളെ വിട്ടാൽ മതി. നമ്മുടെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്ററോളം ഉള്ളൂ സ്കൂളിലേക്ക്. അപ്പോൾ കുക്കറൊക്കെ വിസിലടിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും അതുപോലെ 5 കാഷ്യൂനട്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ആ ടൈം കൊണ്ട് ഞാൻ മോരുകറി റെഡിയാക്കിയിട്ടുണ്ട്. ബീൻസ് തോരനും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരു മുട്ടയും കൂടെ പൊരിച്ച് ദിനുവിന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പാത്തുവിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പാലെടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ദിനു ആ സമയം കൊണ്ട് അവളുടെ പല്ലൊക്കെ തേപ്പിക്കുന്നുണ്ട്. 2 പേരും കൂടെ വിചാരിച്ചാലേ ആ കറക്റ്റ് ടൈമിന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആ ഒരു ഓർഡറായിട്ട് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ പാത്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ദിനു നോക്കുകയാണ്. അങ്ങനെ കടലയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല 5 വിസിൽ കൊണ്ട്, മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ കൊണ്ട് നന്നായിട്ട് കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതുവരെ ആയ പാത്രങ്ങളൊക്കെ ഈ ഒരു സമയം കൊണ്ട് ഞാനൊന്ന് കഴുകി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാ പാത്രങ്ങളും കൂടെ അവിടെ കിടക്കും. പിന്നെ അതൊരു വലിയ ജോലിയായിട്ട് മാറും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാനായിട്ട് മറന്നു പോരുത് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. നമ്മുടെ കടലക്കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാത്തുവിനെ പല്ല് തേപ്പിച്ചിട്ട് വന്നിട്ട് തിന്നുവാണെങ്കിൽ പാല് കുടിപ്പിക്കുക കേട്ടോ. കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കുടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ എങ്ങനെയും ഒന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് പാല് കുടിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പൂരിയുടെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ പലതവണ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പം അതൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ പാത്ത് പൂരിയാണെങ്കിൽ ഇഷ്ടമാണ്, അവൾക്ക് കൊടുത്തും വിടാം. നമ്മൾ ബോക്സിലാക്കി അവൾക്ക് എന്തെങ്കിലും കൊടുത്തു വിടണം കേട്ടോ, ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അവൾ കഴിക്കുന്ന എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പൂരി തന്നെയാണ് അവൾക്ക് കൊടുത്തും വിടുന്നത്. അപ്പോൾ 1.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ, എന്നാൽ പോലും ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട്, പൂരി കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ടീച്ചർമാർ അതിനുശേഷം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് നോൺ വെജ് ഒന്നും കൊടുത്തു വിടാൻ പാടില്ല, അതുപോലെ ജങ്ക് ഫുഡൊന്നും കൊടുക്കണ്ട, ബിസ്ക്കറ്റ്സ് ഒന്നും കൊടുക്കണ്ട എന്ന്. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു വിട്ടുന്നേ ഉള്ളൂ. അങ്ങനെ പാത്തുവിൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയും കടലക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂണും വെച്ചിട്ടുണ്ട്, 3-4 ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാത്തുവിൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ കുളിച്ച് റെഡിയായി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിന് ആദ്യമേ തന്നെ ഞാൻ പൂരി കൊടുക്കുകയാണ്. അപ്പോൾ അവളൊരു പൂരി കഴിച്ചു, പാല് കുടിച്ചു, അതിനുശേഷം പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ബാഗൊക്കെ എടുത്ത് തോളയിലിട്ട് 2 വീട്ടിലും അച്ഛനമ്മമാരെ വിളിച്ച് സ്കൂളിൽ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. 2 വീട്ടുകാരോടും അവൾ സംസാരിച്ചു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നടന്ന് താഴെ എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് അങ്ങനെ അറിവിൻ്റെ ലോകത്തേക്ക് പാത്തവും കാലെടുത്ത് വെക്കാൻ പോവാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നമുക്കിത്. അമ്മയും അച്ഛനും എന്ന നിലയിൽ ചെറിയ സങ്കടവും അതിലുപരി സന്തോഷവും ഉണ്ട്. ഇങ്ങനെയൊരു ദിവസം നമ്മൾ കാത്തിരുന്നതാണെങ്കിലും സമയമായപ്പോൾ ഏതൊരു പേരൻസിനെ പോലെയും അവളെ ആദ്യമായി മാറ്റി നിർത്തുന്നതിൻ്റെതായ സങ്കടവും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളും നമ്മുടെ പേരൻസും ഒക്കെ ഇത് മറികടന്നിട്ടാണ് ഇത്രത്തോളം ആയത്. അപ്പോൾ അവൾക്കായിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ഈ ഒരു വീഡിയോ. അവൾക്ക് എന്നും ഓർമ്മിക്കാനായിട്ട് ഇതിവിടെ ഉണ്ടാവും. ആദ്യമായി കുഞ്ഞിക്കാലുകൾ പിച്ച് വെച്ചത് ഇന്നും ഓർമ്മയിലുണ്ട്. വർഷങ്ങൾ എത്ര പെട്ടെന്നാണല്ലേ കടന്നു പോകുന്നത്. ഇനി അവളും അവളുടെ കണ്ണുകളിലൂടെ ലോകം കാണട്ടെ. ജാതിമത വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പതിയെ പതിയെ പറന്നുയരട്ടെ. നന്മ തിന്മകളെ തിരിച്ചറിയാൻ സാധിക്കട്ടെ. പഠിച്ച് മിടുക്കിയാവുന്നതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുരുന്നുകൾക്കും ആശംസകൾ, ഒപ്പം പാത്തുവിനും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പാത്തുവിനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചങ്ക് പറിച്ച് വെക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഫീൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായ ഒരു നിമിഷമായിരുന്നു ഇത്. അങ്ങനെ പാത്തുവിനെ സ്കൂളിനകത്തേക്കാക്കി ക്ലാസ് റൂമിലേക്കാക്കി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ 2 പേരും ഒരുപാട് സങ്കടത്തോടെയാണ്. നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും അവളുടെ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ കരയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിടിച്ചു നിന്നു. നമ്മളങ്ങനെ സ്കൂളിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്.
കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ നോക്കി നിന്ന് അവൾ കരയുന്നുണ്ടോയെന്ന്. പക്ഷെ ഒരുപാട് കുട്ടികൾ കരഞ്ഞെങ്കിലും പാത്തു ഹാപ്പി ആയിട്ട് തന്നെ കയറി പോവുമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നമുക്കൊരു സമാധാനമായി. അവൾ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ ടീച്ചേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യണ്ട, പോയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ സങ്കടമാകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് 10:30 ആകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോ മിനിറ്റിനും ഒരുപാട് ദൈർഘ്യമുള്ളതുപോലെ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ 10:30 ആയപ്പോഴത്തേക്ക് ഓടിയെത്തി പാത്തുവിനെ കാണാനായിട്ടും കൊണ്ടുപോകാനായിട്ടും. Please write the name on tiffin box bag or so can you just find a name? Bag red color. Veronica. Ma'am, Panapi, face your shoes. Panapi, show me your shoes. Nin ba hole bani. Which color? Panapi ka shoes under. Panapi 1 minute coming. പൂരി കഴിച്ചോ? കടല കഴിച്ചോ? ധൻവി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കഴിച്ചോ? അമ്മ തന്നു വിട്ടതൊക്കെ കഴിച്ചോ? പൂരിയും കടലയും കഴിച്ചോ? ടീച്ചർ എന്ത് പറഞ്ഞു? നാളെ സ്കൂളിൽ വരണേന്ന് പറഞ്ഞോ? ആണോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്. പോവാ നമുക്ക് വീട്ടിൽ പോവാ. ഇനി നാളെ വരാം. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറിന് ശേഷം പാത്തോസ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അവൾക്കൊപ്പം ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം തൊട്ട് അവൾ സ്കൂൾ ബസ്സിനാണ് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.